മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതിന് ഞാൻ തയ്യാറാണ്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പേഴ്സണെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം മറികടന്നുകൊണ്ട്, അതിനെല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി തയ്യാറാണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കാർഡ് തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ലെറ്റിംഗ് ഗോ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളൊരു രീതി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ഇവിടെ നമുക്കറിയാം, ഒരു ലേഡി, ഇവിടെ പല വാതിലുകളുണ്ട്. അതിൽ ഒരെണ്ണം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു, മറ്റേ വാതില് ചെറുതായിട്ട് തുറന്നിട്ടുണ്ട്. ഈ ഒരു വാതിലാണ് കംപ്ലീറ്റ് ആയിട്ട് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാതിലിലേക്ക് വന്ന് കടന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി, അതാണായാലും പെണ്ണായാലും ആ രീതിയിൽ മനസ്സിലാക്കാം, ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ സ്റ്റിൽ അവിടെ വേറെ ഡോഗുകൾ, പട്ടികളൊക്കെ വന്നിട്ട് കടിച്ചു പിടിച്ച് അവരുടെ ആ ഒരു കയ്യിൽ അണിഞ്ഞിരിക്കുന്ന ആ ഒരു ചങ്ങല അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കാര്യം അത് കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അതായത് പ്രശ്നങ്ങളെയാണ് ഈ ഒരു ഡോഗ്സിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്, പട്ടികളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങളെയാണ്. ആ പ്രശ്നങ്ങളാണ് ഈ ഒരു ലേഡിയെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണോട്, ഇത് നിങ്ങളുടെ വ്യക്തിയാണ്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ നിനക്ക് പറ്റൂല. നീ അവളുടെ അടുത്തേക്ക് പോയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാവില്ല. ഈ ഒരു പ്രണയബന്ധം വിജയിക്കാനും പോണില്ല എന്നിങ്ങനെയുള്ള ഒരു മെസ്സേജ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേരണകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ വളരെയധികം തന്ത്രപൂർവം, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, അവരിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാരണം അവര് പിടിച്ചു വലിക്കുന്നുണ്ട്, അവരുടെ ട്രാക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ വാതിൽ തുറന്നു കിടക്കുന്നത്, രക്ഷപ്പെടാനുള്ള വഴിയാണ്. അപ്പോൾ അതിലേക്ക് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പരിശ്രമത്തിന്റെയും കഷ്ടപ്പാടിന്റെയും എന്താ പറയാ, നല്ല കാലത്തിന്റെയും നടുക്കാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ പരിശ്രമത്തോടെയാണ് ഈ വ്യക്തി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഒരു ചേഞ്ചിന് ഈ വ്യക്തി തയ്യാറാണ് എന്നുള്ളതാണ്. എൻജോയ് ഗ്രോത്ത് ആൻഡ് ലീവ് റിവാർഡ്സ് എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് മര്യാദക്ക് മുന്നോട്ട് ജീവിച്ചു പോയിട്ട് തന്നെ കുറെ കാലങ്ങളായിട്ടുണ്ടാകും. കാരണം ഈ പേഴ്സൺ അല്ലാതെയാണ് ഈ പേഴ്സൺ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവിടെ നടക്കുന്നു. ഈ പേഴ്സൺ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഈ വ്യക്തിയോട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുള്ള, അതായത് വിശ്വസിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം, തേർഡ് പാർട്ടി പറ്റിച്ചതായിരിക്കാം, ശത്രുക്കൾ ഈ പേഴ്സണെ ഫൂളാക്കിയതായിരിക്കാം. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ഒരു ഗ്രോത്ത് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വികസനം ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുക. ഈ ഒരു രീതിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി വിശ്വസിക്കുന്നത്, ഈ വ്യക്തി ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം ആരുടെ കൂടെയാണോ, ഏത് സാഹചര്യത്തിലാണോ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല.
എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് അങ്ങനെയാണല്ലോ, ചില വ്യക്തികളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ വ്യക്തി എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും, മറ്റേതാണ് മറിച്ചതാണ് ആനയാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷെ അവസാനം ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നിന്നും നമുക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. നമ്മളുടെ വിലപ്പെട്ട സമയം നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ആ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യും? അവരിൽ നിന്നും തന്ത്രപൂർവം അകലാനായിട്ട് ശ്രമിക്കും. അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഈ പേഴ്സന്റെ ഗ്രോത്ത്, അതായത് ഈ പേഴ്സന്റെ ജീവിതം ഇങ്ങനെയൊന്നും മുരടിച്ച് നശിപ്പിച്ചു കളയേണ്ടതല്ല എന്നും തനിക്ക് തൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ടെന്നും വിജയമുണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ പെരുമാറാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈസ് ആണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്, ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്, ഇറ്റ്സ് ഈസി ഫോർ മീ ടു റിസീവ്. യെസ്, കാരണം ഇത് നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും മേരി മാതാവ്, ഭദ്രകാളി ദേവി, അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കുടുംബ ദേവത, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരമ്മ, അങ്ങനെ ഒരുപാട് ദേവിമാരുണ്ട്, ദുർഗ ദേവി. ഓക്കെ, അങ്ങനെ ദേവിമാരെ ഉപാസിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ഇന്ന റിലീജിയൻകാരെ മാത്രമാക്കി പറയല്ല. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും പോലും ചിലപ്പോൾ നിങ്ങളുടെ ദേശത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ദേവതയായിരിക്കാം, ദേശദേവതയായിരിക്കാം. ദേവനേക്കാൾ കൂടുതൽ ദേവതയാകാനാണ് സാധ്യത. അതായത് നിങ്ങളുടെ വീടിന്റെ അടുത്ത് മാതാവിന്റെ പള്ളി ഉണ്ടാകാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കപ്പേള ഉണ്ടാകാം, അല്ലെങ്കിൽ അമ്പലം ഉണ്ടാകാം, ദേവി അമ്പലം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവത, നിങ്ങളുടെ കുടുംബക്ഷേത്രം, അങ്ങനെ എന്തൊക്കെയോ ദേവിയുടെ ഭയങ്കര അധികം സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉപാസിക്കുന്നവരാകാം, മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാകാം, നിങ്ങൾ ഒരിക്കലെടുക്കുന്ന ആൾക്കാരാകാം, വ്രതം എടുക്കുന്ന ആൾക്കാരാകാം, ഫാസ്റ്റിംഗ് പ്രേയേഴ്സ്, അങ്ങനത്തെ, അത് തന്നെയാണ് വ്രതം. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാകാം. അപ്പൊ എന്തോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടെപ്പോഴോ ചെയ്ത് കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഈയിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകാം. എന്താണെങ്കിലും അത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അത് പോസിറ്റീവായിട്ട് കാണിക്കുന്നു. എന്താ പറയാ, ആ ഒരു ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് മന്ത്രമാണോ നിങ്ങൾ ഉരുവിടുന്നത്, അതിപ്പോ ജസ്റ്റ് അമ്മേ നാരായണ, ദേവി നാരായണ ആണെങ്കിൽ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ആ ഒരു ഇതാണെങ്കിലും, അല്ലെങ്കിൽ മാതാവേ, എന്താ പറയാ, നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ മാതാവിനെ, കൃപ നിറഞ്ഞ മറിയമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുമല്ലോ. അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അത് എവിടേക്കോ നിങ്ങൾക്കതൊരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കത് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാറ് പോലും ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ പ്രാർത്ഥിച്ചതായിരിക്കാം, എന്തോ അങ്ങനെ ഒരു കടാക്ഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ മാജിക് മാനിഫെസ്റ്റിംഗ് ആണ്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം മിടുക്കരായിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഒരു കാര്യം നേടിയെടുക്കുന്ന കാര്യം, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ടെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യം ഒരുപാട് കാലത്തിനിപ്പുറം നിങ്ങൾക്കത് 100 ഇരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പണ്ട് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ് നല്ലൊരു കാറ് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം എന്നുള്ളത്. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ അത് ഉണ്ടാകാം, അല്ലെങ്കിൽ ആഭരണങ്ങളായിരിക്കാം, ഇഷ്ടപ്പെട്ട എന്ത് കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്, മിടുക്കന്മാരും മിടുക്കത്തികളായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ പുറമെ ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, പാവത്താനെ പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ വലിയ വാശിയും അങ്ങനെയൊന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കാം, പാവങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം ബലമുള്ളവരാണ്. എന്ത് കാര്യത്തെയും വളരെയധികം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ പറയുന്നത്, നിങ്ങളുടെ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ പേഴ്സന്റെ എനർജിയും ഇതിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെസ്റ്റിനിയാണ്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് എന്നാണ്. തീർച്ചയായിട്ടും ഈ പേഴ്സണെ മറ്റാരൊക്കെയോ നല്ല രീതിയിൽ പണി കൊടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ, ഈ കാലിന്റെ താഴെ
ഓൾറെഡി മണ്ണൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും കൂടി ആ കാല് വാരി അടിക്കല്ലേ എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് ഓൾറെഡി നിങ്ങളായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വിശ്വാസ കുറവുകൾ, അങ്ങനത്തെ സിറ്റുവേഷൻസ്, നോ കോണ്ടാക്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ അതിന്റെ ഇടയിൽ കാല് വാരാൻ നോക്കിയ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി നിങ്ങൾക്കിടയിൽ വിശ്വാസക്കുറവ്, അങ്ങനത്തെ കാര്യങ്ങൾ, നോ കോണ്ടാക്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇതൊക്കെ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കവേ ഈ പേഴ്സണെ നിങ്ങളിലേക്ക് തന്നെ വരാതെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ളവർ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ തന്നെയാണോ യഥാർത്ഥ പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണോ സ്നേഹിക്കേണ്ടത്, കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ, അതായത് ഈ പേഴ്സന് ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ആഗ്രഹത്തിൽ നിന്നും ആ ഒരു ചിന്തയിൽ നിന്നും ഈ പേഴ്സനെ കംപ്ലീറ്റ്ലി എന്താ പറയാ, മാറ്റിയെടുക്കുന്ന രീതിയിൽ, കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ മറ്റു പലവരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇടക്കിടക്ക് സംശയം തോന്നിക്കാറുണ്ട്. അതായത് നിങ്ങൾ തന്നെയാണോ റൈറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഒരു പാതയിലാണോ, ഇനി നിങ്ങളെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായി തീരും. ആദ്യം വളരെ കോൺഫിഡന്റ് ആയിട്ടും വളരെ വിശ്വാസത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഈ പേഴ്സൺ പിന്നീട് അങ്ങോട്ട് സംശയത്തിന്റെ നിഴലിലാണ് നിങ്ങളെ നോക്കുന്നത്. അല്ലെങ്കിൽ അത്രയും താല്പര്യം ഉണ്ടായിരുന്നതെല്ലാം തന്നെ പോയി പിന്നീട് വളരെ താല്പര്യക്കുറവായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഈ പേഴ്സന്റെ ആ ഒരു സ്വഭാവത്തിലും ആ ഒരു രൂപഭാവത്തിലും മാറ്റത്തിലും ഒക്കെ നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാകാം, നിനക്ക് എന്താണ് എന്നെ വിശ്വാസമില്ലേ, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ലല്ലോ, എന്തുകൊണ്ടാണ്, വാട്ട്സ് ദ റീസൺ, വാട്ട് ഹാപ്പൻ എന്ന് നിങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സാക്രിഫൈസ് ആണ് കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെയോ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോഴും ഞങ്ങള് നിങ്ങളെ വിട്ടു പോകൂല, ഞങ്ങള് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകൂല എന്ന് പറയുന്ന ഒരു ചില അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അപ്പോൾ അവരെയൊക്കെ തഴഞ്ഞിടേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സൺ അവരെ മൈൻഡ് ചെയ്യാതെ, അതായത് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഈ ഒരു കണക്ഷൻ നടക്കില്ല. അതാണ് അതിന്റെ ഒരു ഫാക്ട്. കാരണം അവരെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ അതെന്തെങ്കിലും വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ നീട്ടി വെക്കുകയാണ്, നിങ്ങളുടെ കാര്യം ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ചിലപ്പോൾ നടക്കില്ലായിരിക്കാം. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ട് ഒന്നിക്കാം എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയിട്ട് ഒന്നിക്കാം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പോകുന്തോറും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരുപാട് വൈകും. അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചേ പറ്റൂ എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് ആണ്. കാരണം ഇവിടെ മറ്റു പലവരും കല്യാണം കഴിക്കാൻ പ്രായം തികഞ്ഞു നിൽക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ സിംഗിൾ ആണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ചില ആൾക്കാർ സിംഗിൾ പാരന്റ് ആണ്, ഡിവോഴ്സി ആണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫായിട്ട് സെപ്പറേറ്റഡ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഒരു കമ്പാഷൻ ഉണ്ടാകും, നിങ്ങൾക്കൊരു സ്നേഹം, അറ്റാച്ച്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും സ്നേഹം കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് ചീറ്റിംഗ് മാത്രം കിട്ടിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സത്യസന്ധരായിരുന്നുവെന്നും നിങ്ങൾ എത്രത്തോളം ജെനുവിൻ ആയിരുന്നുവെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി, നിങ്ങളുടെ ആ ഒരു ജീവിത കഥ ഓൾറെഡി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത്യാവശ്യം എന്താണ്, നിങ്ങളെ കുറിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അത്യാവശ്യം ഒരു പോസിറ്റീവും ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് നല്ലോണം ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഹൃദയം നിറച്ചും സ്നേഹം തന്നെയാണെന്നും നിങ്ങൾ ഒരു വ്യക്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണെന്നും ഒക്കെ ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ യെസ്, എഗെയിൻ ദ ബിട്രയൽ, അതായത് മാനിപ്പുലേഷൻ ആണ്. ഇവിടെ നല്ല രീതിയിൽ തന്നെ പണി കിട്ടിക്കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല, ഇന്ന വ്യക്തിയിൽ നിന്നും എനിക്ക് ഇങ്ങനെ വലിയൊരു വഞ്ചന കിട്ടുമെന്ന്, ചതി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് അന്തം വിട്ട്
എന്താ പറയുക, അന്തം വിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു മോതിരം, ഈ ഒരു മോതിരം പിടിച്ചോണ്ട്, കല്യാണ മോതിരാണ് സൂചിപ്പിക്കുന്നത്, അത് പിടിച്ചോണ്ട് വിഷമിക്കുകയാണ് ഈ ഒരു ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥാനത്ത് പുരുഷനായിരിക്കാം, സ്ത്രീ ആയിരിക്കാം, നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പൊ ഇവിടെ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ, കുറ്റം അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അത് ആരാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ആള് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. മനസ്സിൽ വിചാരിച്ചിരുന്ന ആള് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ തെറ്റായിട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ വിചാരിച്ചിരുന്നത്, ആ പേഴ്സൺ ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരാളായിരിക്കാം ഇവിടെ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബിട്രയലാണ്, വഞ്ചനയാണ് കാണിക്കുന്നത്. യെസ്, ദ ലവിങ് മാൻ. ഇവിടെ സ്ത്രീകളും വളരെയധികം സന്തോഷം, സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ലവിങ് മാൻ ആണ് കാണിക്കുന്നത്. പുരുഷനെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ പുരുഷന്മാരും ഇവിടെ സ്നേഹിക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഓൾറെഡി എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് സ്നേഹിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ജെന്റിൽമാനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കിടയിൽ വഞ്ചന കാണിച്ചത് വേറെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളും കുറ്റക്കാരല്ല, പുരുഷന്മാരും കുറ്റക്കാരല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്, പക്ഷെ അത് എവിടേക്കോ ഡിസ്കണക്ട് ആയി പോയി. ആ ഒരു ഡിസ്കണക്ഷനിൽ വേറെ ആൾക്കാർ കയറി റോൾ എടുത്തു. അതാണ് കാണിക്കുന്നത്. യെസ്, ലിമിറ്റ്ലെസ് ആണ്. കാരണം ഈ ഒരു എനർജി നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഏതൊരു സാഹചര്യത്തിലും എവിടെയാണെങ്കിലും ഇവിടെ ഈ പേഴ്സന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല. ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല. കാരണം ഈ വ്യക്തിയെയോ ഈ വ്യക്തിയുടെ സ്നേഹത്തെയോ നിങ്ങൾക്ക് പിടിച്ചു നിർത്താനാകില്ല. അങ്ങനെയാണ്. ഇവിടെ അതിരുകളില്ല, ഇവിടെ ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ലവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഇവിടെ അതിന് പകരം ചെയ്യാൻ പറ്റുന്നത്, ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? യെസ്, ട്രാവൽ കാണിക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട ഒരു ഇതായിരിക്കാം. നമ്പർ 15, ഓവർ കെയറിങ്. ഓക്കെ, ഉത്രാടം നാള്. സ്പിരിച്വൽ പ്രാക്ടീസസ് 2020, നമ്പർ 3, 7th മന്ത്, തൃക്കേട്ട. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ക്ലൂസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.